ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഹോം സ്ക്രീന് എസ്തെറ്റിക് ആക്കാമെന്നാണ് പറഞ്ഞു തരുന്നത്. ഞാനിവിടെ BTS തീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫോണിൽ ഡിഫോൾട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് ചേഞ്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് കുറച്ച് സെറ്റിങ്സിൽ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് എന്ന് കാണുമല്ലോ, അതിൽ പോയിട്ട് ഇവിടെ ഹോം സ്ക്രീൻ ലേഔട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹോം സ്ക്രീൻ ലേഔട്ട് എന്ന് അത് നിങ്ങൾ ഹോം ആൻഡ് ആപ്പ് സ്ക്രീൻസ് എന്നാക്കണം. ഹോം സ്ക്രീൻ ഓൺലി എന്നുള്ളതാണ് ഉള്ളതെങ്കിൽ ഹോം ആൻഡ് ആപ്പ് സ്ക്രീൻസ് എന്നാക്കണം. അതുപോലെ തന്നെ ഇത് ഇവിടെ ഹോം ആൻഡ് ആപ്പ് സ്ക്രീൻസ് എന്നാക്കണം. അതുപോലെ തന്നെ ഹോം സ്ക്രീൻ ഗ്രിഡ് സൈസ് എൻ്റെ ഫോണിൽ ഡിഫോൾട്ടായിട്ട് 4:5 ആയിരുന്നു ഉണ്ടായത്. എൻ്റെ ഫോണ് സാംസങ് ഗാലക്സി A20s ആണ്. അപ്പോൾ അതിൽ 4:5 ആയിരുന്നു ഡിഫോൾട്ടായിട്ട് ഉണ്ടായത്. ഞാനത് 4:6 ആക്കിയിട്ടുണ്ട്. നമ്മുടെ ആപ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് വലുതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ട ആപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സിമ്പിൾ ഫോട്ടോ വിഡ്ജറ്റ്, എക്സ് ഐക്കൺ ചേഞ്ചർ, വിഡ്ജറ്റ് 14, പിൻട്രസ്റ്റ്, ഈ 4 ആപ്പാണ് ഇതിന് വേണ്ടത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ആദ്യം നമുക്ക് ഇതിൻ്റെ വാൾപേപ്പർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വാൾപേപ്പർ നമുക്ക് പിൻട്രസ്റ്റിലാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പേര് പറഞ്ഞുതരാം. നമുക്ക് ഹോം സ്ക്രീനിൽ കൊടുക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. ലവ് ഇൻ കളർ ഓഫ് ലൈഫ് റെയിൻബോസ് ബൈ ലൂസിയ എന്ന് പറയുന്നൊരു ഈ ഒരു വാൾപേപ്പറാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാണ് നമുക്ക് ഹോം സ്ക്രീനിൽ കൊടുക്കാനുള്ളത്. ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഇമേജ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അത് ഡൗൺലോഡ് ആകും. ഇനി നമുക്ക് ഇതൊന്ന് ഹോം സ്ക്രീനിൽ കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹോം സ്ക്രീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ലോക്ക് സ്ക്രീനിൽ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ലോക്ക് സ്ക്രീനിൽ കൊടുക്കേണ്ടത് നിങ്ങൾ എന്താ സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എസ്തെറ്റിക് പിങ്ക് എഡിറ്റ്സ് ഫോർ BTS എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനൊരു പിക്ക് വരും. ഇതാണ് നമ്മൾ ലോക്ക് സ്ക്രീനിൽ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലോക്ക് സ്ക്രീൻ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത് കുറച്ച് പിക്സ് ഓൾറെഡി ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് ഐക്കണായിട്ട് കൊടുക്കാനുള്ള പിക്സാണ്. അതുപോലെ തന്നെ താഴെ ഞാനിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ ഹോം സ്ക്രീനിൽ കൊടുക്കാനുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഇത് ചെയ്തത് ഒരു ചാനൽ നോക്കിയിട്ടാണ്, ഒരു യൂട്യൂബ് ചാനൽ, ലെമണി ലൈഫ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ പിക്സിൻ്റെയൊക്കെ ലിങ്ക് കാണും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് ഞാൻ പറഞ്ഞ പിൻട്രസ്റ്റ് ആപ്പ് ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തും സെർച്ച് ചെയ്യാം. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് BTS എസ്തെറ്റിക് എഡിറ്റ്സ് ഒന്ന് സെർച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വാൾപേപ്പർ വരും. അവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പിങ്ക് കളർ എന്നൊക്കെ സെർച്ച് ചെയ്താൽ പിങ്ക് വരും, പർപ്പിൾ വരും, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് വേണ്ട ആപ്പുകളൊക്കെ നമ്മൾ ഹോം സ്ക്രീനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഞാൻ കുറേ ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് വേണ്ട ആപ്പുകൾ നിങ്ങൾ കൊണ്ടുവരിക. എനിക്ക് വേണ്ടത് ഞാൻ അത്യാവശ്യം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേണിൽ നമ്മൾ ഇതിനൊന്ന് ഓർഡർ ചെയ്ത് വെക്കണം. നമുക്ക് വേണ്ട ആപ്പുകളൊക്കെ കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോം സ്ക്രീനിൻ്റെ ഗ്രിഡ് സൈസൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ 2 പേജായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച പാറ്റേൺ ഞാനിങ്ങനെ നോക്കിയിട്ട് അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ആപ്പുകൾ നിങ്ങളിങ്ങനെ ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യുക. ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വിഡ്ജറ്റ് 14 എന്ന ആപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഓൾറെഡി ചെയ്തതിൽ ഇത് ടൈം കാണിക്കുന്ന ഇതുപോലെയുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്കിത് കാണാൻ പറ്റും കലണ്ടറുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ചെയ്തതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ആപ്പ് വേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഓൾറെഡി ഇങ്ങനെയുള്ള ഒരു സ്മോൾ വിഡ്ജറ്റ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്മോൾ വിഡ്ജറ്റ് എടുത്തിട്ട് ഇതുപോലെ ടൈമിൻ്റെയും കലണ്ടറിൻ്റെയും ചെയ്യാവുന്നതാണ്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ടൈമും കലണ്ടറുമാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം.
ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കാണാൻ കഴിയും. ഞാൻ ഈ പ്ലസ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കലണ്ടറും ടൈമും ഓൾറെഡി ചെയ്തിട്ടുണ്ടായത് കൊണ്ട് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് പ്ലസ് കൊടുത്തിട്ട് സ്മോൾ വിഡ്ജറ്റ് ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ടൈമും കലണ്ടറൊക്കെ എടുക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ ടൈമും മന്തും കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് ടൈം ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഫോർമാറ്റ് വേണ്ടത് നിങ്ങൾ അതൊന്ന് ജസ്റ്റ് കൊടുക്കുക. ഞാനിവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ളത് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഫോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇവിടെ ഒന്ന് എടുത്തിട്ടുണ്ട്, ഡാൻസിങ് എന്ന് പറഞ്ഞൊരു ഫോണ്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഗാലറിയിൽ നിന്നൊരു എസ്തറ്റിക് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ചൂസ് എന്ന് കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുക. എന്നിട്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിങ്ങനൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് മാത്രം ക്രോപ്പ് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, ഇത് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് കളർ ഞാൻ വൈറ്റ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ ബോർഡർ കളർ ഞാനും തൽക്കാലം ഞാൻ ബ്ലാക്ക് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി നമുക്ക് ടിക്ക് അടിക്കാം, സേവ് അടിക്കാം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് ഹോമിലേക്ക് കൊണ്ടുവരണം. അതിന് ഈ വിഡ്ജറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് വിഡ്ജറ്റ്സ് എന്ന് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഈ സ്മോൾ എന്നുള്ളത് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ കാണുന്ന ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് ആഡ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് മന്ത് കൂടി ഒന്ന് ചെയ്യാം. അത് ഞാൻ ജസ്റ്റ് സ്പീഡായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് കണ്ടാൽ മതി. ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് വേണ്ട അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇതിവിടെയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മന്തിൻ്റെ നമുക്ക് കൊടുക്കേണ്ടത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ ഈ പിക്സ് ഒക്കെ എനിക്ക് കിട്ടിയത് പിൻട്രസ്റ്റിൽ നിന്നാണ്. നിങ്ങൾ ജസ്റ്റ് എസ്തെറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. എനിക്ക് വൈറ്റ് എന്തോ പോലെ തോന്നുന്നത് കൊണ്ട് ഞാനിതിൻ്റെ കളർ ഒന്ന് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സിമ്പിൾ ഫോട്ടോ വിഡ്ജറ്റ് എന്ന് പറയുന്ന ആപ്പാണ്. ഞാൻ നേരത്തെ വിഡ്ജറ്റ് 14 കാണിച്ച പോലെ തന്നെയാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഉറക്കെ ക്ലിക്ക് ചെയ്ത് വിഡ്ജറ്റ്സ് എന്ന് കാണുന്ന ഇത് നിങ്ങൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ വെക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഇതുപോലൊരു സ്ക്രീൻ ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ കോർണർ റേഡിയസ് ഒന്ന് ഞാൻ 17 എന്ന് ആക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും മാറ്റം ഇവിടെ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുത്താം. ഞാനിപ്പോൾ കോർണർ റേഡിയസ് മാത്രമാണ് ചേഞ്ച് ചെയ്തത്. നിങ്ങൾക്ക് വൈറ്റ് സ്പേസും അതുപോലെ തന്നെ ബോർഡറൊക്കെ മാറ്റാവുന്നതാണ്. ഇനി ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗാലറി ഓപ്പൺ ആയി വരും. ഇനി നിങ്ങൾക്ക് വേണ്ട ആളുടെ ഫോട്ടോ എടുക്കുക. ഞാനിപ്പോൾ ആദ്യം വീൻ്റെത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ സെലക്ട് കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഇതുപോലെ ഫോട്ടോ ലോഡായിട്ട് വരും. അതിന് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ചെറുതും വലുതൊക്കെ ആക്കാവുന്നതാണ്. ഞാനിപ്പം ചെറുതായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് ഓരോന്നായിട്ട് വെക്കുന്നത് കാണിക്കുന്നില്ല. ഇതുപോലെയാണ് ഞാൻ ഓരോ ഫോട്ടോസും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നൊരു രീതിയില്ലേ അതുപോലെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ ഇങ്ങനെ ഇതുപോലെ തന്നെ ഈ ഫോട്ടോസൊക്കെ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ആ ലെമണി ലൈഫിൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് BTS എസ്തെറ്റിക് ഓരോരുത്തരുടെ പേരടിച്ചിട്ട് പിങ്ക് വാൾപേപ്പറിനോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ച് ഫോട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്. ഇത് മാറ്റം വരുത്തിയിട്ട് ഇത് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ഫസ്റ്റ് പേജ് വരുന്നത്, ഫസ്റ്റ് ഹോം പേജ് വരുന്നത്. ഇനി ഞാൻ ഈ ഓരോന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ഞാനിത് എന്താ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചതുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് കൊണ്ടുപോകാം. പിന്നെ ഇത് ഈ ആപ്സ് ഒക്കെ ഇനി എങ്ങനെയാണ് ഞാൻ ഇതുപോലെ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഐക്കൺ ചേഞ്ച് ചെയ്തത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 2 സംഭവം ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഫോട്ടോസ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കി കഴിഞ്ഞു.
ഇനി അടുത്തത് ഫൈനലായിട്ട് നമുക്ക് എങ്ങനെയാണ് ഓരോ ആപ്പിൻ്റെയും ഐക്കണൊക്കെ എസ്തെറ്റിക് ആക്കാമെന്ന് നോക്കാം. അതിനാണ് നമ്മൾ എക്സ് ഐക്കൺ ചേഞ്ചർ എന്ന ആപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ വേണ്ട ആപ്പുകളൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പോൾ ഗാലറിയാണ് ചൂസ് ചെയ്യുന്നത്. ഗാലറി ചൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ചേഞ്ച് ഐക്കൺ എന്ന് കാണുന്നിടത്ത് ഫോട്ടോ എന്നുണ്ടാകും. എന്നിട്ട് ഗാലറി ഒന്ന് കൊടുക്കുക. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഐക്കണുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിൻട്രസ്റ്റിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. നിങ്ങളുടെ പിൻട്രസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഞാനിവിടെ സെർച്ച് ചെയ്തിട്ടാണ് ഓരോന്ന് എടുത്തത്. പിൻട്രസ്റ്റ് പിങ്ക് കലണ്ടർ ഐക്കൺ, അതുപോലെ തന്നെ ക്യാമറ ഐക്കൺ, ഗാലറി ഐക്കൺ ഓരോന്നായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് ഞാൻ അവരുടെ ചാനൽ നേരത്തെ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഗാലറീൻ്റെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ BTS ആണല്ലോ നമ്മുടെ തീം, അപ്പോൾ അതുകൊണ്ട് ഞാൻ BTS ആണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പൊക്കെ കൊടുത്തിട്ട് ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊന്ന് പ്രോസസ്സായതിന് ശേഷം ഇവിടെ ആഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിവിടെ കാണാൻ പറ്റും, ഇതിവിടെ ആഡ് ആയിട്ടുണ്ട്. ഈ ഒരു ഗാലറി നമുക്ക് ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു പാറ്റേണിൽ ഞാനിവിടെ ഗാലറി കൊണ്ടുവന്നു. യൂട്യൂബ്, ഗൂഗിൾ പ്ലേ സ്റ്റോർ, വാട്സപ്പ് ഇതുപോലെ ഓരോന്നിനും ഞാൻ ഐക്കണിൻ്റെ ഒക്കെ ഐക്കൺ കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്തതൊക്കെ ഇവിടെ നമ്മൾ ഈ അറേഞ്ച് ചെയ്ത് വെച്ചതില്ലേ, ഇതൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയത് കൊണ്ടുവരേണ്ടത്. നമുക്കിത് ഇത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്കിവിടെ കൊണ്ടുവന്ന് കൊടുക്കാം. അതുപോലെ ഓരോ ആപ്പ് നമ്മൾ ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊക്കെ എനിക്ക് കിട്ടിയത് നമ്മുടെ പിൻട്രസ്റ്റിൽ നിന്ന് തന്നെയാണ്. എന്നിട്ട് ഞാൻ അതിനെ ആവശ്യമനുസരിച്ച് ക്രോപ്പ് ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്തത്. ഇനി നമുക്കൊന്ന് ഫൈനൽ ലുക്ക് നോക്കാം. ഇതുപോലെയാണുള്ളത്. ഈ ഒരു കലണ്ടറും ഇതൊക്കെ കൂടാതെ ഈ ഓരോ ആപ്പുകളുടെ ഐക്കൺ, ഇപ്പോൾ ഈ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഗൂഗിള്, റെസോ, വോയിസ് റെക്കോർഡർ, ജിമെയിൽ, ഇതിനൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഐക്കൺ ചേഞ്ച് ചെയ്തിട്ട് പിക്സ് ഓരോന്നായിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നു. അതുപോലെ തന്നെ വിഡ്ജറ്റും ഞാൻ ചെയ്തു. എന്നിട്ടാണ് ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നത്. ഇനി ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ ജസ്റ്റ് പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. ഈ ഒരു മോഡലിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിനുപയോഗിച്ച ആപ്പുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ദിസ് ഈസ് മീ റന, Anjum, Ashraf സൈനിങ് ഓഫ്.